രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച ഹരിയാനയിലെ റായ് ഗ്രാമത്തിൽ നേരിട്ടെത്തി 24 നടത്തിയ അന്വേഷണത്തിലേക്കാണ് ഇനി പോകുന്നത്. രാഹുൽ ഗാന്ധി പരാമർശിച്ച 3 പേർ ഈ ഗ്രാമത്തിലുണ്ട്. അവരെ നേരിൽ കണ്ടപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നെന്ന് അവർ പറയുന്നു. ബിമലയും പിങ്കിയും ഇക്കാര്യം 24നോട് സ്ഥിരീകരിച്ചു. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. बट जब मेरा पहला वोट कार्ड बन के आया था तो उसमें फ़ोटो चेंज आई थी और नाम एड्रेस वगैरह सब कुछ सेम था. ये फ़ोटो नहीं थी, कोई और महिला थी, ये फ़ोटो नहीं थी उसमें. और यहीं हमारे स्कूल में ही वोट डाले थे. यहाँ गांव में जो स्कूल है उसमें वोट डाले थे. मैं, मेरे हस्बैंड और मेरी सास, हम सारे परिवार इकट्ठा होकर गए थे वोट डालने. पहले न्यूज़ देखना है ना, राहुल गांधी का न्यूज़ देखा है? सर देखा हमने, बट वो सब झूठ है सर. चुनाव आप वोट किया था? हाँ जी, कराया था. किया दिया? हाँ, किया गया. മറ്റൊരു യുവതിയായ പൂനം പക്ഷേ നിലവിൽ ഗ്രാമത്തിലില്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുകൂടി ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. വിശദാംശങ്ങളുമായി റായ് ഗ്രാമത്തിൽ നിന്ന് അജീഷ് ജയകുമാർ ഇപ്പോൾ ചേരുന്നുണ്ട്. അജീഷ്, ഇവർ എങ്ങനെയാണ് ഈ രാഹുലിന്റെ ആരോപണത്തോട് പ്രതികരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് അജീഷ്? എന്നാലും രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചു, അതായത് ഇത്തരത്തിൽ വോട്ട് കൊള്ള നടത്തി വ്യാജ വോട്ടർമാരെ പട്ടികയിൽ ചേർത്ത് വോട്ട് കൊള്ള നടത്തി എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. അത് അന്വേഷിക്കാനാണ് നമ്മൾ ഈ ഗ്രാമത്തിലേക്ക് തന്നെ പോയത്. ഈ റായ് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം, ഹരിയാനയിലെ സോനിപ്പത്ത് ജില്ലയിലുള്ള റായ് എന്ന നിയമസഭാ മണ്ഡലത്തിലെ ഒരു സ്ഥലമായിട്ടുള്ള ബൊറോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യം നമ്മൾ പോയത്. അവിടെ 3 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ആദ്യം നമ്മൾ കണ്ടത് പൂനത്തെയായിരുന്നു. പൂനം ആ വീട്ടിൽ പക്ഷേ ഇല്ലായിരുന്നു. അവർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് ഭർത്താവുമായി ചില പ്രശ്നങ്ങളുണ്ടായി പിണങ്ങിപ്പോയതാണ്. അവർ പക്ഷേ ഇടയ്ക്ക് ഈ മക്കളെ കാണാൻ പറ്റും ഇങ്ങോട്ട് വരാറുണ്ട്, മകനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ ഈ ബന്ധുക്കളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അതിനുശേഷം പൂനത്തെ ഫോണിൽ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പൂനം പറയുന്നത് താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മറ്റാരെങ്കിലും വോട്ട് ചെയ്തോ എന്നും തനിക്കറിയില്ല. പക്ഷേ തൻ്റെ വോട്ടർ ID കാർഡിൽ തൻ്റെ ചിത്രം തന്നെയാണ് എന്ന് ഈ പൂനം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂനത്തിന് പകരം മറ്റാരെങ്കിലും വോട്ട് ചെയ്തു എന്ന് നമുക്കും സ്ഥിരീകരിക്കാനായിട്ടില്ല. അതിനുശേഷം നമ്മൾ പോയത് ബിമല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്കാണ്. ബിമലയ്ക്ക് 57 വയസ്സെന്നാണ് രാഹുൽ പുറത്തുവിട്ട ആ പട്ടികയിൽ പ്രായം പറയുന്നത്. ഈ ബിമലയും പറയുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചെയ്തിട്ടുണ്ട്. ബിമലയുടെ വോട്ടർ ID കാർഡ് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയുടെ പുറത്തുവിട്ട ഈ പട്ടികയിൽ നിന്ന് ഈ വോട്ടർ ID കാർഡിന്റെ ചിത്രവും ഒപ്പം തന്നെ അതിന്റെ സീരിയൽ നമ്പറുമാണ് വ്യത്യാസമുണ്ടായിരുന്നത്. പിന്നെ ഈ മൊച്ചറാള എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടുന്ന് കുറച്ച് ദൂരെയാണ്, ഒരു 10-20 കിലോമീറ്റർ ഉണ്ട്. അതും ഈ റായ് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന പ്രദേശം തന്നെയാണ്. അവിടെ നമ്മൾ കണ്ടത് പിങ്കി എന്ന് പറയുന്ന യുവതിയാണ്. ഈ പിങ്കി എന്ന യുവതി കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു എന്ന് പിങ്കി തന്നെ സമ്മതിക്കുന്നുണ്ട്. കൂടാതെ ഈ പിങ്കിയുടെ വോട്ടർ ID കാർഡിൽ ആദ്യത്തെ തവണ വോട്ടർ ID കാർഡ് വന്ന സമയത്ത് അതിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, പിശകുണ്ടായിരുന്നു. അത് പിങ്കിയുടെ ചിത്രത്തിന് പകരം മറ്റൊരു സ്ത്രീയുടെ ചിത്രമായിരുന്നു ആ വോട്ടർ ID കാർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഈ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമാണോ അതിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഈ ചിത്രം ബ്രസീലിയൻ മോഡലിന്റെ ചിത്രമല്ല, പകരം നാട്ടിലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് അപേക്ഷിച്ചതിനെ തുടർന്ന് തിരുത്തി വന്നു എന്ന് പിങ്കി സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ഈ പുറത്തുവിട്ട ഈ പട്ടികയിലുള്ള ആളുകൾ അവരെല്ലാം തന്നെ യഥാർത്ഥ ആളുകൾ തന്നെയാണ്, ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്മേഷ്. ശരി, അജീഷ് ജയകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.